അതിന്റെ ഭാഗമായിട്ട് നമുക്ക് TS കിട്ടി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ടെൻഡർ വിളിച്ചു. ടെൻഡർ നടത്തി. അത് ഏറ്റവും കുറഞ്ഞ ടെൻഡറുകാരന് വർക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. വർക്ക് തീരുമാനിച്ചു. അപ്പോൾ വർക്ക് നടത്താൻ അനുവദിക്കാത്ത രീതിയിൽ ഒരു കോൺട്രാക്ടർ ഇവിടെ എവിടെയാണ് വേറെ എവിടെയെങ്കിലും വന്നാൽ അവന്റെ ഇവിടെ മറ്റ് വാർത്താ ഏജൻസികളോട് ഞാൻ പറയാതിരിക്കുന്നു. അവിടെ വീട്ടിലേക്ക് പോകേണ്ടിയാണ് സാധാരണ നിലയിൽ. 310 കോടി രൂപയുടെ ഒരു വർക്ക് അതും ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് തന്നെ സ്വകാര്യമായിട്ട് ടെൻഡർ ചെയ്തതിനു ശേഷം ആ ടെൻഡറിൽ എനക്കാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ടെൻഡറിൽ മത്സരിച്ച ഒരാള് പരാജയപ്പെട്ട ഒരാള് അതിൽ ഒന്നാമത് വന്നയാൾക്ക് എതിരായി കേസ് കൊടുത്ത് ഹൈക്കോടതി. ഞാൻ നോക്കുമ്പോൾ ഇപ്രാവശ്യം വന്നാൽ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചാണ്. പണി തുടങ്ങാം എന്ന് തീരുമാനിച്ചാണ്. അത് വലിയ റോഡാണല്ലോ. അന്ന് നമ്മുടെ ടാവോർ വിദ്യാനികേതൻ തളിപ്പറമ്പിന്റെ ടാവോർ വിദ്യാനികേതൻ മുതൽ ഈ എയർപോർട്ട് വരെയുള്ള റോഡാണ്. വലിയ റോഡാണ്. 310 കോടി രൂപയാണ്. അദ്ദേഹം ചില ആളോട് പറഞ്ഞത്രേ എനിക്ക് 20 കോടി രൂപ ലാഭം കിട്ടും. ആൾക്കാർ റോഡ് വഴി എടുത്താൽ 20 കോടി രൂപയാണ്. ചെറിയ പണമല്ല. ആ 20 കോടി രൂപ കിട്ടുന്നത് ഇല്ലാണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതാണ് പരിപാടിയെങ്കിൽ പിന്നെ ആരെയും പിടിക്കുമല്ലോ. കോടതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ എന്തോ നിലപാട് സ്വീകരിക്കാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ കേസ് വാദിക്കുന്ന കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള വക്കീലിനെ വിളിച്ചു. വക്കീലോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം നമുക്കൊക്കെ ബന്ധമുള്ള ഒരാൾ തന്നെയാണ്. അയാളോട് ഞാൻ പറഞ്ഞു, ഒരു തരത്തിലും ഗവൺമെന്റ് കേസ് നോക്കാൻ പാടില്ല. നമ്മൾ ശക്തിയായ രീതിയിൽ ആർഗ്യുമെന്റ് നടത്തണം. കേസ് വളരെ വേഗം എടുപ്പിക്കണം. അദ്ദേഹം കേസ് വേഗം എടുപ്പിച്ചു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ വിചാരണ കഴിഞ്ഞു. ഇപ്പോൾ മറ്റേ വിധി പറയാൻ വേണ്ടി വെച്ചിരിക്കുക. മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചു അദ്ദേഹത്തിന്, ആ വക്കീലിന്. അപ്പൊ അയാളെ കുറച്ച് ആവശ്യത്തിലാണ്. എന്നോട് പറഞ്ഞു അത് ആർഗ്യുമെന്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി വിധി പറയാനാണ് വെച്ചിട്ടുള്ളത്. ഇനി എപ്പോൾ വിധി പറയാന്നൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വളരെ വേഗം വിധി പറയിപ്പിക്കണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി 20 കോടി രൂപയുടെ നഷ്ടബോധമുള്ള ഈ ചങ്ങാതി ആ ഇരിക്കൂർ കൺസ്ട്രക്ഷന്റെ തന്നെ ബന്ധുവാണ്. ഈ ഇരിക്കൂർ കൺസ്ട്രക്ഷൻ തന്നെയാണ് മുമ്പ് നമ്മുടെ പാലമുണ്ടല്ലോ, അടൂർ പാലം. അടൂർ പാലത്തിനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്നതാണ്. അടൂർ പാലത്തിനെതിരായിട്ട് മാത്രമല്ല, PTC പൂമാല റോഡ് ഇതേപോലെ വലിയ റോഡാണ്. 100 കോടി രൂപയുണ്ട്. ആ റോഡിന്റെ കേസ് കൊടുത്തവരാണ്. ചില മധ്യസ്ഥന്മാരോട് എന്നോട് പറയാൻ പറഞ്ഞു. എന്നോടൊക്കെ വരാൻ ധൈര്യമില്ലായിട്ട് എന്താ പറയുന്നറിയാം, ആ പാലാരം കടത്തോട്ടെ,